സിദ്ധു ഈ എക്സാം എഴുതി റെയിൽവേ സൂപ്രണ്ടായ അവന്റെ ലൈഫ് സേഫായി. അവന്റെ കല്യാണം കൂടെ നടത്തിക്കൊടുത്താ എന്റെ കടമ തീരും. എന്റെ അനിയത്തെ അവനെ കൊണ്ട് കെട്ടിച്ചാലെന്താ? ഹാ, നിങ്ങളുടെ പെങ്ങള് സൂപ്പർ ഫാസ്റ്റ്. എന്റെ അനിയനാണെങ്കിലോ ഡെഡ് സ്ലോ. എങ്ങനെ ശരിയാവാനാ? എന്നെ പോലെ അവനും അനുഭവിച്ചോട്ടെ. എന്താ? അല്ല, നല്ല ചേർച്ചയാണെന്ന്. എടാ, നിനക്ക് വേണ്ടി ഈ കൽക്കട്ട മുഴുവൻ ചുറ്റി എല്ലാ തരം മീനും വാങ്ങിക്കൊണ്ടു വന്നിരിക്കുക നിന്റെ അളിയൻ. ഹായ്, എന്താളിയാ, മനസ്സിലായില്ലേ? എന്റെ അനിയത്തി ആളിയാ. ഓ, നിങ്ങളുടെ കല്യാണത്തിന്റെ അന്ന് ഉണ്ടായിരുന്നല്ലേ? പിറന്ന മേനി കണ്ട കാര്യം പറഞ്ഞില്ല, ഭാഗ്യം. ഇപ്പൊ ഒരു ക്യാമ്പസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. റിസൾട്ടിന് വെയിറ്റ് ചെയ്യാ. ഓ, അത് ശരി. ഇവൻ ആള് കൊള്ളാലോ. കുട്ടി ഇരിക്കൂ. സാരില്ലേട്ടാ? ഇല്ല, സാരമല്ല, ഇരിക്കൂ. ഇപ്പോഴത്തെ കാലത്തെ പെമ്പിള്ളേരെ പോലല്ല, നല്ല അടക്കം ഒതുക്കൊണ്ടല്ലേ? പിന്നെ അതൊന്നും അല്ലടാ, നീ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാ. അതിന്റെ നാണ അവൾക്ക്. നാണോ ഇവക്കോ? പ്രവീണിന്റെ പേരിൽ മറ്റൊരു കൊലപാതക ആരോപണം കൂടി. ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന മലിനജലം തടയാനായി സമരം ചെയ്ത നിയാസ് ബായ് എന്നയാൾ അതിക്രൂരമായി വധിക്കപ്പെട്ടു. ഈ കൊലപാതകത്തിനു പിന്നിൽ പ്രവീണും അദ്ദേഹത്തിന്റെ സഹോദരൻ റാവത്തുമാണെന്നാണ് കരുതപ്പെടുന്നത്. ഈ സിറ്റിയിൽ നടക്കുന്ന പല കൊലപാതകങ്ങളുടെയും പിന്നിൽ ഇവരുടെ കറുത്ത കൈകളുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇവിടെയുള്ള പബ്ലിക്കിനും പോലീസിനും എല്ലാം അറിയാം ആരാ കൊന്നതെന്ന്. എന്താ നിങ്ങൾ മീഡിയക്കാർക്ക് മാത്രം അറിയില്ലേ? അയാളെ കുറിച്ച് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞങ്ങളുടെയും തലവെട്ടി റോഡിൽ തള്ളുമായിരിക്കും, അത്ര തന്നെ. ആരാ ചേച്ചിമാര്? കുറെ നേരം ആയാലോ ടി വി കാണിക്കുന്നു. അവന്മാരിവിടുത്തെ ക്രിമിനൽസ് ആടാ. കൽക്കട്ടയിൽ അവന്മാരെ പേടിച്ചിട്ട് ജീവിക്കാൻ വയ്യ. അതുകൊണ്ടാ ഈ നാശങ്ങളിൽ നിന്ന് കൊഴിഞ്ഞ് എങ്ങോട്ടെങ്കിലും പോവാന്ന് നിന്റെ അളിയനോട് ഞാൻ പറയുന്നത്. അപ്പോ പോലീസ് പറഞ്ഞൂടെ? അവൻ അറസ്റ്റ് ചെയ്യാൻ പോലീസോ അടിച്ചൊതുക്കാൻ ഒരാണോ ഈ കൽക്കട്ടയിലില്ല. അങ്ങനെ എല്ലാരും പേടിക്കുന്നുണ്ടാ അവന്മാർക്ക് ഇത്രയ്ക്ക് അഹങ്കാരം. ഏതെങ്കിലും ഒരുത്തൻ തിരിച്ചടിക്കാനുണ്ടായാ അതോടെ ഒതുങ്ങും അവന്മാർ. മതി, നമ്മൾ എന്തിനാ അതേക്കുറിച്ച് സംസാരിക്കുന്നേ? വിട്ടേക്ക്. ഓ, വിട്ടു. നമുക്ക് ചുറ്റും എന്തൊക്കെ നടന്നാലും കണ്ണും പൂട്ടി മിണ്ടായിരുന്നോണം. ആർക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ സന്തോഷമായിരിക്കണം, അല്ലേ? അളിയാ, നമ്മൾ ഈ നാട്ടുകാരും അല്ല, നമുക്ക് ഇതിന്റെ കാര്യമില്ല. വിട്ടുകളാ. മദർ തെരേസയും കൽക്കട്ടക്കാരി ആയിരുന്നില്ലടാ. സ്വന്തം നാട് വിട്ട് ഇങ്ങോട്ട് വന്ന് എത്രയോ പേര് സാന്ത്വനിപ്പിച്ച് കോടിക്കണക്കിന് മനസ്സുകളിൽ ഇടം പിടിച്ചില്ലേ? അവർ ജീവിച്ചിരുന്ന ഈ കൽക്കട്ടയിൽ ഈ വൃത്തികെട്ടവന്മാരുടെ അഴിഞ്ഞാട്ടം അവസാനിക്കണ്ട. ആരെങ്കിലും ഒരാൾ എന്നെങ്കിലും അവന്മാർക്കെതിരെ തിരിയും. അധികം വൈകില്ല. അയ്യോ, ഭക്ഷണം കഴിച്ചില്ലല്ലോ. കഴിച്ചിട്ട് പോ. ആ ഫയൽ താൻ ക്ലോസ് ചെയ്തേക്കടൂ. ഇവർ പ്രവീണിന്റെയും റാവത്ത് ഭായിയുടെയും പേരാ പറയുന്നത്. അവന്മാരെന്തെങ്കിലും പറയട്ടെ, താൻ ഞാൻ പറഞ്ഞത് കേട്ടാ മതി. ആ FIR അങ്ങ് മാറ്റി എഴുതിയേക്കാം. നമസ്കാരം റാവത്ത് ഭായ്. നമസ്കാരം. നമ്മളൊക്കെ ഇവിടെ ഉണ്ട്. ആദ്യം ഈ കാലിലൊന്ന് തൊട്ടോട്ടെ. പിന്നെ എന്താ? നീ എന്റെ ശിഷ്യൻ മാത്രമല്ല, പാർട്ണറും കൂടാ. ഇവിടെ കയറിയിരിക്കും. വേണ്ട, ഈ കാൽ കീഴിലിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അത്രക്കൊക്കെ വേണോ? ഡൽഹിന്ന് വെളി വന്നെന്ന് കേട്ടല്ലോ റാവത്ത് ഭായ്. ഇനി മുതല് സെൻട്രൽ ഭായ് നോക്കിയോ. സ്റ്റേറ്റ് ഞാൻ ഏറ്റു. ഒരേ വീട്ടിൽ രണ്ടുപേരെന്തിനാ? യു ആർ കറക്റ്റ്. ഗവൺമെന്റ് ഇടയ്ക്കിടയ്ക്ക് പറയും പോലെ ഒരു വീടിന് ഒന്ന് മതി, രണ്ട് വേണ്ട. അത് കുട്ടികളുടെ കാര്യത്തിലാ, സിനിമയുടെ കാര്യത്തിലോ രാഷ്ട്രീയത്തിലോ അല്ല. രാഷ്ട്രീയത്തിൽ ആൾബലം കൂടണം. എന്താ ശരിയല്ലേ ഭായ്? ലിക്കർ ടെൻഡറിന്റെ കാര്യം എന്തായി? 100 പുതിയ ബാർ ഞാൻ ചോദിച്ചതാ. ആ പന്നെ എന്താ പറഞ്ഞറിയോ? ഇപ്പൊ ഉള്ളത് തന്നെ നമുക്ക് കൂടുതലാത്രേ. ഒരൊലത്തിയ പുണ്ണാക്കലോ മന്ത്രി. അതെന്നാ ആ മിനിസ്റ്റർ വേസ്റ്റാ. എപ്പോ നോക്കിയാലും ജനം എന്നൊരു വിചാരാ. കറക്റ്റ്. അണ്ണന്റെ സ്ഥലം ഒഴിപ്പിക്കാൻ ചെന്നപ്പോ അവനാ നമുക്കെതിരായിട്ട് ശക്തമായി നിന്നത്. നമുക്കൊരു സഹായമാകുമല്ലോ എന്ന് കരുതിയാ നിങ്ങൾ അവനെ ജയിപ്പിച്ച് മന്ത്രിയാക്കിയത്. ഒരു കാരണവുമില്ലാതെ എന്റെ പ്രൊമോഷൻ അവൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ് സർ. അവന് ഫോൺ ചെയ്യടാ. നമസ്കാരമുണ്ട് റാവത്ത് ഭായ്. നിങ്ങളുടെ ഫോൺ വന്നപ്പോൾ തന്നെ എനിക്ക് കാര്യം പിടികിട്ടി. എന്താ എല്ലാവരും ചേർന്നൊരു വട്ടമേശ സമ്മേളനം? എന്താ? അധികാരവും ഒപ്പം ഗൺമാനുണ്ടെന്നുള്ള അഹങ്കാരം വേണ്ട. നിന്റെ ഗൺമാനെ കൊണ്ട് തന്നെ നിന്നെ കൊല്ലിക്കും ഞാൻ. വ്യാമോഹങ്ങളൊക്കെ നല്ലത് തന്നെയാ, പക്ഷെ സ്വപ്നം കാണുമ്പോൾ അത് ഉറക്കത്തിലാണെന്ന് ആലോചിച്ചാ കൊള്ളാം. എടോ ഭായ്, 10,000 പേര് നോക്കിയിരിക്കെ താരം തന്റെ അനുജനും കൂടി ഒരുത്തിനെ അങ്ങ് തട്ടി. അത് ഒതുക്കി തീർക്കുന്നതിനിടയ്ക്ക് എന്റെ മാത്രമല്ല, കൂടെ നിൽക്കുന്നതിന്റെയും ചോര വെള്ളമായി. ഇനി ദൈവമാരുടെ കാര്യം. മദർ തെരേസയുടെ പേരിലുള്ള സ്ഥലം, അതിന് കൃത്രിമ രേഖകൾ ഉണ്ടാക്കിയെടുത്ത് ഇവന്റെ അമ്മയുടെ പേരിലും കയ്യേറി. ജനം വെറുതെ ഇരിക്കുവോ? പിന്നെ ഇരിക്കാതെ. മദർ തെരേസ ഇപ്പൊ ഉണ്ടോടോ? ഇല്ലല്ലോ. ഇല്ലാത്തവർക്ക് എന്തിനാ ഭൂമി? അതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ പേരിലേക്ക് മാറ്റിയത്. അത് തെറ്റാ? ഒച്ച വെക്കലടാ. ഇക്കാര്യം അസംബ്ലിയിൽ എങ്ങാനും പറഞ്ഞാ നമ്മുടെ പ്രതിപക്ഷം മുണ്ടുപൊക്കി കാണിച്ചു തരും. അവര് പൊക്കിയാ? അധികാരം കയ്യിലുള്ളപ്പോ ആലോചിക്കേണ്ടത് ജനങ്ങളെ കുറിച്ചല്ല, നിന്നെ ജയിപ്പിച്ചോട്ടെ ഇവരെയാ. അല്ല ഞാൻ പറഞ്ഞു. ഞാൻ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഇയാൾ DGP ആയിരിക്കണം. ഇവന്മാരുടെ കാര്യവും പരിഗണിച്ചിരിക്കണം. മനസ്സിലായോ? സഹിക്കുന്നതിന്റെ മാക്സിമം. പെണ്ണിന് ഇത്ര അഹങ്കാരം പാടില്ല.